അടങ്ങും ശ്രീകൃഷ്ണ ജയന്തിയുടെ ഒരുക്കത്തിലാണ് അഷ്ടമിരോഹിണി നാളിൽ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഗുരുവായൂരിൽ വൻ ഭക്തജന തിരക്കാണ്. മമ്മിയൂർ ക്ഷേത്രത്തിൽ ഉറിയടി ആരംഭിച്ചു. ആറന്മുളയിൽ നിന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യയാണ്. വിവരങ്ങളുമായി ഗുരുവായൂരിൽ നിന്ന് മിഥുൻ മുരളിയും ആറന്മുളയിൽ നിന്ന് CG ഉമേഷുമുണ്ട്. ആദ്യം ഉമേഷിലേക്കാണ്. ഉമേഷ്, ഇന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യയാണ്. അതിന്റെ ഒരുക്കങ്ങളൊക്കെ എവിടെ വരെയായി? അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, അല്പസമയത്തിനകം വള്ളസദ്യയ്ക്ക് ഔദ്യോഗികമായി തുടക്കമാകും. ക്ഷേത്രത്തിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ നമ്മൾ ലൈവ് ചെയ്തപ്പോൾ ഏതാനും ചില ഭക്തരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ക്ഷേത്രമുറ്റം കവിഞ്ഞ ഭക്തരുടെ നീണ്ട നിര അങ്ങനെ ക്ഷേത്ര മതിലകവും പിന്നിട്ട് അങ്ങനെ നീളുകയാണ്. അല്പസമയത്തിനകം പള്ളിയോടങ്ങളിലൂടെ ക്ഷേത്രക്കടവിലേക്ക് എത്തുന്നതോടെ തിരക്ക് അത് വലിയ തോതിലേക്ക് ഉയരും. ഇപ്പോൾ പള്ളിയോടങ്ങളെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ക്ഷേത്രത്തിന്റെ മതിലകത്ത് 52 പള്ളിയോടക്കരകൾക്ക് പള്ളിയോടങ്ങളിൽ നിന്നെത്തുന്ന ആളുകൾക്കാണ് ആദ്യം സദ്യ വിളമ്പും. അതിനുശേഷമാണ് ഭക്തർക്കായി സമൂഹ സദ്യയും ഭഗവാന്റെ പിറന്നാൾ ദിനത്തിൽ ഒരുക്കിയിരിക്കുന്നത്. ഓരോ പ്രദേശത്തായി പ്രത്യേകം പള്ളിയോടങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. പള്ളിയോടത്തിലെത്തുന്ന കരക്കാർക്ക് അവിടെയാണ് സദ്യ വിളമ്പുക. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങും ഈ പിറന്നാൾ സദ്യയായ വഴിപാട് വള്ളസദ്യ അഷ്ടമിരോഹിണി തന്നെയാണ്. ക്രമീകരണങ്ങളാണ് പൂർത്തിയായത്. ഇന്ന് വിശിഷ്ടാതിഥിയായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയാണ് പങ്കെടുക്കുന്നത്. ഒപ്പം മന്ത്രി വീണ ജോർജും ചടങ്ങിന്റെ ഭാഗമാകുമെന്ന് പള്ളിയുടെ സേവാ സംഘം അറിയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി രാവിലെ തന്നെ ഇവിടെ എത്തി ഈ ചടങ്ങുകളുടെയൊക്കെ ഭാഗമായി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി പൂർത്തിയാക്കി. അദ്ദേഹം ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റി ഓഫീസിൽ അദ്ദേഹം വിശ്രമിക്കുകയാണ്. അല്പസമയത്തിനകം കൊടിമരച്ചൂട്ടിൽ ഭഗവാനായി സദ്യ വിളമ്പുന്നതോടെ ഈ ചടങ്ങുകളൊക്കെ ആരംഭിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം എല്ലായിടത്തും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ആ ചടങ്ങുകളിലേക്ക് കടക്കുക. അതിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. വലിയ തിരക്ക് നമുക്കിപ്പോൾ ക്ഷേത്രത്തിൽ കാണാം. ഇങ്ങനെ ഓരോ ഇടങ്ങളിലായി ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ഒരുക്കിയിരിക്കുന്ന പന്തലുകളിലായാണ് ഓരോ പള്ളിയോടങ്ങൾക്കായി പ്രത്യേകം തരംതിരിച്ച സ്ഥലങ്ങളുണ്ട്. കാണുന്നത് സദ്യക്കുള്ള വിഭവങ്ങളൊക്കെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചപൂജാ ചടങ്ങുകൾ പൂർത്തിയാക്കിയാൽ ഭഗവാനായി കൊടിമരച്ചൂട്ടിൽ നിവേദ്യം വിളമ്പും. 64 വിഭവങ്ങൾ കൂട്ടിയ സദ്യ ഭഗവാനായി കൊടിമരച്ചൂട്ടിൽ വിളമ്പുന്നതോടെ സദ്യയ്ക്ക് തുടക്കമാകും. അതിനുശേഷം പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് എത്തിച്ചേരും. എല്ലാ പള്ളിയോടക്കരകളിൽ നിന്നും പള്ളിയോടങ്ങൾ ക്ഷേത്രക്കടവിലേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഓരോ പള്ളിയോടങ്ങളായി ക്ഷേത്രക്കടവിലേക്ക് എത്തും. അവിടെ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ ചേർന്ന് പള്ളിയോടങ്ങളെ ആചാരപൂർവ്വം വെറ്റ പോലെ നൽകി സ്വീകരിക്കും. അങ്ങനെ പാടിത്തുഴഞ്ഞെത്തുന്ന പള്ളിയോടക്കരക്കാർ ക്ഷേത്രത്തിന് ചുറ്റും ഭഗവത് വഞ്ചിപ്പാട്ട് പാടി പ്രദക്ഷിണം വെച്ച് കൊടിമരച്ചൂട്ടിലെത്തിയ ശേഷം അവർക്കായി തയ്യാറാക്കിയിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണുന്ന പന്തലുകളിലേക്ക് അവർ ഓരോരുത്തരുമായി എത്തും. അതിനുശേഷമാണ് സദ്യ ആരംഭിക്കുക. അഷ്ടമിരോഹിണി വള്ളസദ്യയെ സംബന്ധിച്ച് ഭഗവാനും കരക്കാർക്കൊപ്പം സദ്യ ഉണ്ടാനായി എത്തുന്നു എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ പള്ളിയോടത്തിലെത്തുന്ന ഓരോരുത്തരെയും അത്രത്തോളം ബഹുമാനത്തോടുകൂടിയും ആദരവോടുകൂടിയാണ് പള്ളിയോട സേവാ സംഘവും ഈ വഴിപാട് നടത്തുന്ന ആളുകളും ഒക്കെ കാണുന്നത്. 350 പറ അരിയുടെ സദ്യയാണ് ഒരുക്കുന്നത്. പള്ളിയോടങ്ങളിൽ എത്തുന്ന ഏതാണ്ട് 40,000-ഓളം ആളുകൾ, 52 പള്ളിയോടക്കരകളിൽ എത്തുന്ന 42,000-ഓളം ആളുകളെയും ഒപ്പം വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഭഗവാന്റെ പിറന്നാൾ സദ്യ ഉണ്ടാനായി എത്തുന്ന ആ ഭക്തരെയും ഒക്കെ ഏതാണ്ട് 1 ലക്ഷത്തോളം ആളുകളെയാണ് പള്ളിയോട സേവാ സംഘം ഇത്തവണ സദ്യക്കായി പ്രതീക്ഷിക്കുന്നത്. അമ്പലത്തിന്റെ ഉള്ളിലും ഈ തിരുമുറ്റത്തും ഒപ്പം ഇതിന് പുറത്തുമായൊക്കെ തയ്യാറാക്കിയിരിക്കുന്ന ഏതാണ്ട് 60ഓളം സ്ഥലങ്ങളുണ്ട്. അവിടെയാണ് സദ്യ നടക്കുക. 52 പള്ളിയോടങ്ങൾക്ക് ക്ഷേത്ര മതിലിനകത്തും അല്ലാതെ എത്തുന്ന ഭക്തർക്കും ഒപ്പം ക്ഷണിക്കപ്പെട്ട ആളുകൾക്കും പുറത്ത് ചില ഓഡിറ്റോറിയങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെയാണ് സദ്യക്കുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ പള്ളിയോടങ്ങളുടെ വരവിനായുള്ള കാത്തിരിപ്പാണ്. ക്ഷേത്ര കടവിലേക്ക് അല്പസമയത്തിനകം പള്ളിയോടങ്ങൾ എത്തും. അവിടെ പള്ളിയോടങ്ങളെ ആചാരപൂർവ്വം സ്വീകരിക്കും. തുടർന്ന് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയുണ്ട്, ഒപ്പം മന്ത്രി വീണ ജോർജിന്റെ തുടർന്നുള്ള സാന്നിധ്യത്തിൽ കൊടിമരച്ചൂട്ടിൽ പ്രത്യേകം തൂശനിട്ട് വിഭവങ്ങൾ വിളമ്പുന്നതോടെ അഷ്ടമിരോഹിണി വള്ളസദ്യയ്ക്ക് തുടക്കമാകും. അതിനുള്ള കാത്തിരിപ്പിലാണ് ഏവരും. വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രത്യേക പൂജകളും അതുമായി ബന്ധപ്പെട്ട ശ്രീകൃഷ്ണജയന്തിയുമായി ബന്ധപ്പെട്ട പ്രത്യേക ചടങ്ങുകളും ഒക്കെ പുരോഗമിക്കുന്നുണ്ട്. എന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് എന്നത് അഷ്ടമിരോഹിണി വള്ളസദ്യ തന്നെയാണ്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് പൂർത്തിയായിരിക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് വിഭവങ്ങളൊക്കെ ഇങ്ങനെ എനിക്ക് മുന്നിൽ കാണുന്ന പന്തലിൽ വിഭവങ്ങൾ ഓരോ ഇടത്തായി ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ പള്ളിയോടങ്ങൾ എത്തിയാൽ മാത്രം മതി. ഒപ്പം ഉച്ചപൂജയ്ക്കുള്ള ചടങ്ങുകളും ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് 11 മണിയോടുകൂടി അഷ്ടമിരോഹിണി വള്ളസദ്യ ആരംഭിക്കുന്നതാണ്. ലക്ഷ്മി, അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ ഒരുക്കങ്ങളെല്ലാം ആറന്മുളയിൽ പൂർത്തിയായി. പള്ളിയോടങ്ങൾ എത്തിച്ചേരേണ്ട താമസമേ ഉള്ളൂ. കൊടിമരച്ചൂട്ടിൽ ഭഗവാന് സദ്യ വിളമ്പും. മാത്രമല്ല, ഇന്ന് ക്ഷേത്രനട അടക്കില്ല, ഭഗവാൻ തിരുമുറ്റത്തുണ്ട് എന്ന വിശ്വാസത്തിലാണ്. വിശേഷാൽ പൂജകളൊക്കെ നടക്കുകയാണ്. ഉമേഷാണ് ആറന്മുളയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.